യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 4-5 മെസ്സേജുകൾ ഞാൻ പറഞ്ഞത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ ഒടുവിലത്തേതാണ് ഇന്ന്. അടുത്ത 15 മിനിറ്റ് കൊണ്ട് 5-ാം അധ്യായത്തിലെ വിഷയം എന്താണെന്ന് പറയുക, അത്രയേ ഉള്ളൂ. വിശദീകരിക്കാൻ നിവൃത്തിയില്ല. മുഖപുര കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞതാണ്, കഴിഞ്ഞ മെസ്സേജുകളിൽ പറഞ്ഞതാണ്. യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രധാന ആഹ്വാനം എന്ന് പറയുന്നത് ബി മച്യൂർ, സ്പിരിച്വൽ മച്യൂരിറ്റി എന്നുള്ളതാണ്. ദാറ്റ്സ് ദ മെയിൻ തീം ആൻഡ് ദ സബ്ജക്റ്റ് ഓഫ് ദ ബുക്ക് ഓഫ് ജെയിംസ്. സ്പിരിച്വൽ മച്യൂരിറ്റി. ഓരോ അധ്യായങ്ങളിലൂടെയും സ്പിരിച്വൽ മച്യൂരിറ്റിയുടെ, ആത്മീയ പക്വതയുടെ, ആത്മീയ വളർച്ചയല്ല, ആത്മീയ പക്വതയോടുകൂടിയുള്ള വളർച്ച എന്നുള്ളതാണ് വിഷയം. അപ്പം ആ നിലയിൽ ഓരോ അധ്യായത്തോട് ബന്ധപ്പെട്ടും ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങൾ എന്താണ്, വിശ്വാസികൾ ആത്മീയ പക്വതയുള്ളവരായിരിക്കണോ, ആ പക്വതയിൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ മെസ്സേജുകളിൽ വിശദീകരിച്ചു. എന്നാൽ ഇന്ന് ആ 5-ാം അധ്യായത്തിൽ നിന്ന് വേഗത്തിൽ ഞാൻ പറയട്ടെ. 2-3 വാക്യങ്ങൾ മാത്രം ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ഈ അധ്യായം അത്രയും വാക്യം വായിച്ചതുകൊണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാകത്തില്ല. വാക്യങ്ങളോട് വായിച്ചതിൻ്റെ പശ്ചാത്തലമൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ അങ്ങ് വേഗത്തിൽ പറയുക. ഈ അധ്യായം നിങ്ങൾ വായിച്ചാൽ 2 കൂട്ടം ആളുകളെ നമുക്ക് അവിടെ കാണാം. ആദ്യം 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത് അല്ലയോ ധനവാന്മാര് എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ധനവാന്മാരാണ്. പിന്നെ മറ്റൊരു കൂട്ടരെ കുറിച്ച് മുൻപോട്ട് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിച്ചാൽ കാണുന്നത് ദരിദ്രരായ ആളുകൾ എന്നുള്ളതാണ്. കഷ്ടം അനുഭവിക്കുന്നവർ, ദരിദ്രന്മാർ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദരിദ്രരായ, അല്ലെ കൂലിക്കാർ, വേലക്കാർ എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 2 കൂട്ടം ആളുകളെയാണ് ഈ 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ഈ 2 കൂട്ടം ആളുകളോട് ബന്ധപ്പെട്ട ആത്മീയ പക്വതയുടെ അടയാളമായ 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. അതിൽ ഓരോരുത്തരോട് ബന്ധപ്പെട്ടും എടുത്ത് വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ അങ്ങനെ ഞാൻ പറയുകയാണ്. ഈ ധനവാന്മാരായ ആളുകളോട് പറയുമ്പോൾ പറയുന്നത് നിങ്ങളുടെ മേൽ വലിയ ദുരിതം വരാൻ പോകുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാണ് 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ കരങ്ങി മുറയിടുവീൻ എന്ന് പറഞ്ഞ് ധനവാന്മാർക്ക് ചില ഭയനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതിൽ നിന്ന് ധനവാന്മാരുടെ ചില പ്രത്യേകതകൾ, ആത്മീയ പക്വതയില്ലാത്ത ധനവാന്മാർ, അവരുടെ ചില പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങൾ കാണുന്നത്. അതിലൊന്ന്, അവരുടെ നിലം കൊയ്തവരുടെ കൂലി അവർ പിടിച്ചു വെച്ചു, അവര് മുറവിളി കൂട്ടുന്നു, അവര് നിലവിളിക്കുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തില് ധാരാളം വാക്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ ലേവ്യ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം, യെരമ്യാ പ്രവചനം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെ പിന്നെ വായിച്ചാൽ മതി. ആവർത്തന പുസ്തകം 24-ന്റെ 14, 15, ലേവ്യ പുസ്തകം 19, 13, ജെറമ്യാ 22, 13. വേറെ വാക്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ പറയുന്നത് നിങ്ങളുടെ വയലിൽ കൊയ്യാൻ, അല്ലെ നിലത്ത് പണിയെടുക്കാൻ വന്ന ആളുകളുടെ കൂലി നിങ്ങൾ അന്നു കൊടുക്കാതെ പിറ്റന്നാളത്തേക്ക് പിടിച്ച് വെക്കരുത്. അവർക്ക് അതുകൊണ്ട് അന്ന് ആവശ്യമുള്ളതിന് ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ അതിന് ഉത്തരവാദികളായി തീരും എന്ന് വളരെ കഠിനമായ നിർദ്ദേശമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പശ്ചാത്തലം. യാക്കോബിന്റെ ലേഖനത്തിലും നമ്മളിപ്പം വായിച്ചത് അത് തന്നെയാണല്ലോ വായിച്ചത്. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. അപ്പൊ ആ പ്രയോഗത്തിലൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, അന്യായമായി പണം കരുതി വയ്ക്കുന്നതും പണം സൂക്ഷിക്കുന്നതും ഒരു വലിയ ഭയനിർദ്ദേശമായിട്ടാണ് ഇവിടെ തരുന്നത്. ആത്മീയ പക്വതയില്ലാത്ത വിശ്വാസികളുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ അന്യായമായി പണം സമ്പാദിക്കുന്നു, അന്യായമായിട്ട് അത് കരുതി വെക്കുകയും ചെയ്യാം. ഇന്ന് കൂലിയെടുത്തയാൾ ഇന്ന് കൊടുക്കുന്നില്ല, നാളെ കൊടുത്താൽ മതി, അവർക്ക് കൊടുക്കാൻ ഇന്ന് കയ്യിലുണ്ട്,
പക്ഷെ കൊടുക്കുന്നില്ല, മനഃപൂർവ്വം പിടിച്ചു വെക്കുക. ഇപ്പൊ അങ്ങോട്ട് കൊടുത്തിട്ട് എന്താ കാര്യം, അവൻ 2 ദിവസം കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാൽ അതൊരു കുറ്റകരമായ വിഷയമായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതോട് ബന്ധപ്പെടുത്തി ഞാൻ ഇങ്ങനെ പറയട്ടെ, അന്യായമായി പണം സൂക്ഷിക്കുന്നതും എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അർഹതപ്പെട്ട പണം കൊടുക്കാതെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആത്മീയനാന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല, വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അത് പല വിധത്തിലാകാം. പണിയെടുത്തതിന്റെ കൂലി കൊടുക്കാത്തതാകാം, ഒരുപക്ഷെ കടം മേടിച്ചിട്ട് കൊടുക്കാത്തതാകാം, അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ട് കാലതാമസം വരുത്തുന്നതാകാം. ഏത് നിലയിലുമാകട്ടെ, അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിച്ചാൽ, അതാണ് ഈ വേദഭാഗത്തെ വിഷയം, അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിച്ചാൽ, ഞാനത് ഒന്നുകൂടെ എടുത്തു പറയട്ടെ, പണി ചെയ്തവരുടെ കൂലി കൊടുക്കാൻ താമസിക്കുന്നതാകട്ടെ, കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതാകട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ട് അത് സമയത്ത് കൊടുക്കുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തുന്നതാകട്ടെ, എന്തും ഈ വേദഭാഗത്തൂടെ പറയുന്നത് അന്യായമായി പണം സമ്പാദിക്കുകയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ധനവാന്മാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കരഞ്ഞ് മുറയിടുവീൻ എന്ന വലിയൊരു ഭയനിർദ്ദേശം അവിടെ കൊടുക്കുന്നത്. അപ്പൊ ആത്മീയ പക്വതയുടെ ഒരു ലക്ഷണം എന്ത്? മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് ഞാന് കാലതാമസം വരുത്താതെ അവിടെ എത്തിച്ചിരിക്കും. അപ്പൊ ആ നിലയിൽ ആത്മീയ പക്വത വെളിപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, സാമ്പത്തിക വിഷയത്തിൽ ഒരു വിശ്വാസി ആത്മീയ പക്വതയുള്ളവരായിരിക്കണം. അതാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിനധികമായി ദൈവത്തിനും ദൈവവേലയ്ക്കും കൊടുക്കാൻ കടപ്പെട്ടിരിക്കുമ്പോൾ അതിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അതിൻ്റെതായ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുപോലും ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീക അപക്വതയുടെ ഒരു ചിഹ്നമായിട്ടോ ഒരു സൂചനയായിട്ടോ ആണ് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ ഓർക്കും, ഇത്തരം വിഷയങ്ങളൊക്കെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വിഷയങ്ങളും അത് വ്യക്തമായിട്ട് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പല പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശദമായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം സാമ്പത്തിക വിഷയത്തിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിൽ ഇരിക്കാൻ നാം ഇടയാക്കിയാൽ അത് ആത്മീക ജീവിതത്തിലെ അപക്വതയുടെ ഒരു ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് അടുത്തു പറയുന്ന ഒരു കാര്യം എന്താ? നിങ്ങള് ആഡംബരത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നവരാ. അതും ഒരു വലിയ ഭയനിർദ്ദേശമായിട്ടാണ് തന്നിരിക്കുന്നത്. ആത്മീക അപക്വതയുടെ ഒരു ലക്ഷണമായിട്ടാണ്. അപ്പൊ ആത്മീയ പക്വതയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മറുവശം ചിന്തിച്ചാൽ മതി. പണം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. അപ്പൊ സമ്പത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പല നിലകളിൽ നമുക്ക് വേണേൽ ചിന്തിക്കാം. ഒന്ന്, അത്യാവശ്യത്തിന് ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. ഞാൻ അടുത്തൊരു വാക്കൂടെ പറയട്ടെ, പണം കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിനും ആവശ്യത്തിനും മാത്രമല്ല അനാവശ്യത്തിനും ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. നമുക്കുണ്ടെങ്കിൽ ആര് ചോദിക്കാനാ? എൻ്റെ അല്ലേ കാശ്, എനിക്ക് അധ്വാനിച്ച് കിട്ടിയതല്ലേ, എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് ചിന്തിച്ചിട്ട് അത്യാവശ്യത്തിനും ആവശ്യത്തിനും ഉപയോഗിക്കാം. എന്നാൽ അനാവശ്യത്തിനും കൂടെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതൊരു വലിയ ഭയനിർദ്ദേശമാണ്. ആത്മീയനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആത്മീയ പക്വത ഇല്ലാത്ത ആത്മീയ ജീവിതമാണത്. അതുകൊണ്ട് സമ്പത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുകയാണ്, ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു വലിയ ഇത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു വിഷയമാകട്ടോ. പിന്നീട് കുറെ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആമോസിന്റെ പ്രവചനം ആ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. അതിനകത്ത് ഈ വിഷയം സംബന്ധിച്ചുള്ള അല്പം വിശദമായ ഒരു ഭയനിർദ്ദേശം തരുന്നുണ്ട്. എന്തിനാ ദൈവം നമുക്ക് പണം തന്നിട്ടുള്ളത്? ഞാനതുകൊണ്ട് ഇങ്ങനെ മാത്രം പറയുക, പ്രയോജനരഹിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കാശുണ്ടെന്നുള്ളത്
അല്ലെ നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഷോ കാണിക്കുന്നതിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാ ദൈവം നമുക്ക് പണം തന്നിരിക്കുന്നത്? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ, ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾക്ക്, പ്രയോജനരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറുവശം കാണാത്ത പലതുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പോകുമ്പോൾ കാണുന്ന പല രംഗങ്ങളും കാണുമ്പോൾ ചില സമയത്ത് ഞങ്ങളെ കയ്യിൽ കരുതിക്കൊണ്ട് പോകുന്ന പൈസ തീർന്നു, പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ അവിടെ നിന്ന് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് ആരോടും ചോദിക്കില്ല എന്നുള്ള ഇതുള്ളത് കൊണ്ട് ദൈവം വളരെ പെട്ടെന്ന് ചില വഴികൾ തുറക്കുന്നത്. ദൈവം ചിലരെ ആ സമയത്ത് ഞങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കാൻ അവിടെ പ്രേരണ കൊടുക്കുന്നു, വിളിക്കുന്നു. അതിലൂടെ അവിടുത്തെ കാര്യങ്ങൾ നടക്കാനൊക്കെ ഇടയായ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു, ഈ സഹോദരന്റെ വീട്ടിലാണ്, ഈ മരിച്ചുപോയ ഈ സഹോദരന്റെ വീട്ടിൽ ഞാനും ബാബുച്ചാനോടെ താമസിക്കുക. ബാത്റൂമിലോട്ട് കയറിയപ്പോൾ അവിടുത്തെ സ്ഥിതിയും അവിടുത്തെ വെള്ളത്തിന്റെ പരിമിതി ഉപയോഗങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് പോലും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് കയറാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തു വന്നിരുന്ന് ഞങ്ങൾ രണ്ടോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാള് എനിക്ക് ഫോൺ ചെയ്തു, നിങ്ങളിപ്പോൾ എവിടെയാ? നോർത്ത് ഇന്ത്യയിലോ എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല, ഇവിടെ തന്നെയാണോ? നമ്മുടെ സഭയിൽ നിന്ന് പുറത്തുള്ള ഒരാൾ പെട്ടെന്ന് ഫോൺ ചെയ്തു. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒരു സ്ഥലത്താണ്, അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്ക സമയത്ത് ഞാൻ പറയും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഉടൻ അതിനുവേണ്ട ക്രമീകരണം ചെയ്തോളാൻ പറഞ്ഞു. ഉടൻ തന്നെ വാക്ക് കൊടുത്തു. അടുത്ത ദിവസം തന്നെ ആ കാര്യങ്ങൾ അവിടെ ഏതാണ്ടൊന്ന് ക്രമീകരിക്കാനിടയായി. ഇങ്ങനെ അർഹതപ്പെട്ട അനേക സ്ഥാനങ്ങളിൽ ഉള്ളപ്പോൾ ഈ വേദവാക്യം പറയുന്നത് പോലെ ആഡംബരത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കയ്യിൽ ദൈവം തരുന്നത് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ആത്മീയത, എന്ത് ആത്മീയ പക്വത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആത്മീയ പക്വതയുള്ളവര് അനാവശ്യമായി പണം സമ്പാദിക്കുകയോ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യില്ല. രണ്ട്, ആത്മീയ പക്വതയുള്ളവര് ആഡംബരത്തിനു വേണ്ടി പണം ഉപയോഗിക്കുന്നവരല്ല, അത്യാവശ്യത്തിനോ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇത് രണ്ടുമാണ് ഈ ധനവാന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴത്തെ രണ്ട് പ്രമാണം. മറുവശത്ത് ഇങ്ങനെ ഇവര് കൂലി നിഷേധിക്കുകയും പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഒരു വാക്ക് പറയാം, അതെല്ലാം ഈ ഭാഗത്തുനിന്ന് എടുത്ത് വിശദീകരിക്കേണ്ടതാണ്. നീതി നിഷേധിക്കുക. അപ്പൊ അങ്ങനെ നീതി നിഷേധിക്കുമ്പോൾ മറുവശത്ത് ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ നമുക്ക് ദരിദ്രൻ എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ, നീതി നിഷേധിക്കപ്പെടുന്നവരും അവരും വിശ്വാസികളാണ്. ഇപ്പൊ യാക്കോബിന്റെ ലേഖനത്തിൽ ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസികളെ ചുറ്റിപ്പറ്റിയും അവരെ കുറിച്ചുമൊക്കെയാണല്ലോ പറയുന്നത്. വിശ്വാസികളായി നീതി നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരെങ്ങനെയുള്ളവരാ? അതാ ഇപ്പം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മറുവശമുണ്ട്, നീതി നിഷേധിക്കപ്പെടുന്നവർ. അതൊരു പക്ഷെ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ പറയാം. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പൊ അവരും ആത്മീയരാണെങ്കിൽ എങ്ങനെ വേണം അതിനോട് പ്രതികരിക്കാൻ? നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിഷേധിക്കുന്നവരോട് രണ്ട് വാക്ക് പറയണം. അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം, അവർക്കെതിരായി പറ്റുന്നതെല്ലാം ചെയ്യണം. ഇതാണോ ചെയ്യേണ്ടത്? അല്ല. ഈ വേദഭാഗം പിന്നീട് വായിച്ചോളാം. വായിച്ച ആ ഭാഗത്തുമുണ്ട്, നീതി നിഷേധിക്കപ്പെടുന്നവരാകെ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? അവര് യഹോവയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എന്നുള്ളതാണ്, അവര് മുറവിളിക്കുന്നു എന്നുള്ളതാണ്. മുമ്പോട്ട് വരുമ്പോൾ രോഗം അനുഭവിക്കുന്നവർ, കഷ്ടം അനുഭവിക്കുന്നവർ പോലും എന്താ ചെയ്യേണ്ടതെന്നാണ് അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. അവർ പ്രാർത്ഥിക്കട്ടെ. 15-ാം വാക്യം, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പൊ അവിടുത്തെ ആശയം മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. നീതി നിഷേധിക്കപ്പെടുന്നവരും ആത്മീയ പക്വതയോടെ വേണം അതിനോട് പ്രതികരിക്കാൻ. എങ്ങനെ വേണം പ്രതികരിക്കാൻ? അവർ യഹോവയുടെ സന്നിധിയിൽ കാര്യം അർപ്പിക്കുന്നവരായിരിക്കണം. പകരം ചോദിക്കാനോ അതിനനുസരിച്ച് പ്രതികാരത്തോടെ ഇടപെടാനോ അതിനനുസരിച്ച് ആ നിലയിൽ പ്രതികരിക്കാനോ അല്ല ഒരാത്മീകൻ ശ്രമിക്കേണ്ടത്. ആത്മീയനായ വ്യക്തിയെ സംബന്ധിച്ച് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ യഹോവയുടെ സന്നിധിയിൽ കാര്യം അർപ്പിക്കാനുള്ളതാണ്. 3 പ്രമാണങ്ങളാണ് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അവിടെ കാണുന്നത് ആത്മീയ പക്വതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് 3 കാര്യങ്ങൾ. 1, അനാവശ്യമായി പണം സമ്പാദിക്കുകയോ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല. 2, ആഡംബരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. 3,
നീതി നിഷേധിക്കപ്പെടുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിപ്പാനാണ് ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തി ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രായോഗികമായി തെളിയപ്പെടേണ്ട ചില പ്രമാണങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം പാടുന്നു.